ജയിൽ ചാടി 6 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും കൊടുംകുറ്റവാളിയെ ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടി. അത് നാട്ടുകാരുടെ കൃത്യമായ വിവരങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നാട്ടുകാരും പോലീസും ഒറ്റക്കെട്ടായി നടത്തിയ തെരച്ചിലാണ് ആ പ്രതി പിടിയിലായത്. തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടുപറമ്പിലുള്ള കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമി പിടിയിലാവുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് അയാളുടെ വൈദ്യപരിശോധന അവിടെ പുരോഗമിക്കുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് അയാളെ കൊണ്ടുവരുന്നത് കാത്ത മാധ്യമങ്ങളടക്കമുള്ളവരോടെ ഉണ്ട്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ഇയാളെ ഇങ്ങനെ പോലീസുകാർ എടുത്തുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ കാരണമായ ശാരീരിക അസ്വാസ്ഥ്യം അയാൾക്ക് എന്താണ്, ഈ പറയുന്ന കിണറ്റിലേക്ക് ചാടിയ കൂട്ടത്തിൽ വല്ല കാലിന് പരിക്കുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോൾ അറിയില്ല. അത് വൈദ്യപരിശോധനയിൽ അത് വ്യക്തമാകേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുന്നത്. 3 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ. താരതമ്യേന താഴത്തെ റാങ്കിലുള്ള സാധാരണക്കാരായ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ. ആ 3 ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന കൃത്യവിലോപം അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ബലി കൊടുത്ത് അങ്ങ് രക്ഷപ്പെടാം എന്ന് കരുതിയാൽ നടപ്പാവതല്ലത്. അത് കണ്ണൂർ സുരക്ഷാ ജയിൽ എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ ജയിൽ. ആരും രക്ഷപ്പെടാൻ പാടില്ലാത്തൊരു ജയിലാണ്. അവിടെ നിന്നാണ് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരു കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു പോയതും. അരുൺ പുപ്പർമ വിവരങ്ങൾ ചേരുന്നു. അരുൺ, ജില്ലാ ജയിലിന് പുറത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇയാൾ ഇനിയും രക്ഷപ്പെടൽ ശ്രമം നടത്തും എന്ന സംശയം പോലീസിനുണ്ടോ? പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്. ഇയാളുടെ ഒരു ശാരീരിക പ്രകൃതവും അയാളുടെ ഒരു ആയോധന കഴിവൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള ഏത് സാഹസികമായ കൃത്യങ്ങളും നടക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷയോടെയാണ് ഇയാളെ ഈ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തീകരിച്ച് ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ വച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. നിലവിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇയാളോട് ചോദ്യം ചെയ്തത്. ഇയാളെ കിണറ്റിൽ നിന്നാണ് പിടികൂടിയത്. അപ്പോൾ ഈ കിണറിൽ ചാടുമ്പോഴോ അല്ലെങ്കിൽ പിടികൂടുന്ന ഘട്ടത്തിലോ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇയാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇയാൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് ഇയാളെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റിയത്. അതിന്റെ വൈദ്യപരിശോധനയാണ് ഇപ്പോൾ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഗോവിന്ദചാമിയെ പുറത്തേക്കിറക്കും. ഈ ജില്ലാ ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത് വലിയ പോലീസിന്റെ വലിയ സുരക്ഷാ വിന്യാസമുണ്ട്. ടൗൺ സ്റ്റേഷനിൽ മാത്രമല്ല സമീപ പോലീസ് സ്റ്റേഷനുകൾ, ക്യാമ്പിൽ നിന്നുൾപ്പെടെ പോലീസുകാരെ എത്തിച്ചിട്ടുള്ള വലിയ സുരക്ഷാ വിന്യാസം ഇവിടെയുണ്ട്. ഗോവിന്ദചാമി ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് ജില്ലാ ആശുപത്രിയുടെ പുറത്ത് നാട്ടുകാരും വലിയ തരത്തിൽ നാട്ടുകാരും ഒത്തുകൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണ്, നമുക്കറിയാം. രാവിലെ തന്നെ ഇന്ന് പുലർന്നത് ഇത്തരത്തിലൊരു വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. കൊടും ക്രിമിനൽ, കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി അയാൾ രക്ഷപ്പെട്ടു എന്ന വിവരമാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞത്. അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പിടികൂടണമെന്ന് നാട്ടുകാരും ആഗ്രഹിച്ചിരുന്നു. അതാണ് നാട്ടുകാർ ഈ രീതിയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുക വളരെ നിർണായകമാണ്. ആ ചോദ്യം ചെയ്യലായിരിക്കും എങ്ങനെയാണ് ഇയാൾ ഈ ജയിൽ ചാടുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ എടുത്തത്, ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, ഏത് രീതിയിലാണ് ഇയാൾ ജയിൽ ചാടിയത്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരത്തിനപ്പുറത്തേക്ക് ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരികയുള്ളൂ. ഒരു കാര്യം മാത്രം നിലവിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം: വലിയ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. അതിപ്പോൾ അല്പസമയത്തിനകം ഗോവിന്ദചാമിയെ ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ